പാനൂരിലുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത്യന്തം ഗൗരവകരമാണ്. ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, മറ്റ് 2 പേരുടെ നില ഗുരുതരമാണ്. ബോംബുണ്ടാക്കിയ സംഘത്തിൽ 10ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ നിഗമനം. വളരെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് CPMൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു തരത്തിലുമുള്ള സമാധാനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒന്നും ഈ വടകരയിലോ കണ്ണൂരിലോ ഉണ്ടായിട്ടില്ല. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇത്രയും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല, വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറില്ല. വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ മേഖലകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത്? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കിയതാണ് ഈ ബോംബുകൾ എന്നുള്ളത് നമുക്കറിയാം. എല്ലാ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയായി അത്തരം വാർത്തകൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിരാവിലെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനമാണ്. സാധാരണ ബോംബുകൾ പോലെയല്ല, വളരെയധികം വിനാശശക്തിയുള്ള ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പോലും പറയുന്നത്. സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എങ്ങനെയാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായി മാറുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന പാർട്ടിയാണ്. ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ഈ ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിയുടെ കൂടെ ഏറ്റവും അടുത്ത് നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് എങ്ങനെ ഉണ്ടായി? എന്താണ് ടീച്ചറുടെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം? CPMൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണ്? CPM പറഞ്ഞിട്ടാണോ ഇത്തരം ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്? ഇതെല്ലാം അന്വേഷണത്തിൽ വേണം. എന്തായാലും വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടി ആരും ബോംബ് ഉണ്ടാക്കില്ലല്ലോ. വിഷുവിന് ഓലപ്പടക്കമാണ് പൊട്ടിക്കുക, അല്ലെങ്കിൽ അത്തരം പടക്കങ്ങളാണ് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബോംബാണ്. ഈ ബോംബിൻ്റെ പൊട്ടാത്ത ബോംബുകൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടന്നിട്ടുള്ളത് ബോംബ് നിർമ്മാണമാണ്. അതിലാണ് ഷെറിൻ എന്ന് പറയുന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ മരിച്ചിട്ടുള്ളത്. 2 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. ഇനിയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിലുണ്ട്. ഇപ്പം നമ്മൾ അറിയുന്ന 2 പേർ, ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും ഒന്ന് കണ്ണൂരിലുമാണ്. ഏതെല്ലാം പ്രതികളെ ഏതെല്ലാം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷണത്തിന് വിധേയമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇത്തരത്തിലുള്ള കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായല്ലേ നടക്കുന്നത്? ഒരു സ്ഥലത്തും, കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്തിനാണ് CPM പ്രകോപനം ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ പ്രചരണ വാഹനം നാദാപുരം തൊട്ടിൽപ്പാലം കോതോടുകൂടി കടന്നു പോകുമ്പോൾ DYFIയുടെ പ്രകടനമാണ് ഞങ്ങളുടെ നേർക്ക് വന്ന് ഞങ്ങളുടെ കൊടിമരം, എൻ്റെ വണ്ടിയുടെ മേലുള്ള ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ച് അക്രമത്തിന് ശ്രമിച്ചത്. ഞങ്ങൾ അവിടെ അതിനെ പ്രതിരോധിച്ചിരുന്നു എങ്കിൽ എന്തായിരുന്നു വടകരയുടെ അന്തരീക്ഷം വഷളാവില്ലേ? CPM ആഗ്രഹിക്കുന്നത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകരുത്, തർക്കങ്ങൾ ഉണ്ടാകണം. കാരണം എന്താ? CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ CPMന് സാധിക്കുന്നില്ല. ടീച്ചറമ്മ എന്ന് പറയുന്ന ടീച്ചർക്ക് ഒരു തരത്തിലുമുള്ള വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ആളുകൾ മുഴുവൻ പരാതിയുടെ കെട്ടഴിക്കുകയാണ്. പെൻഷനില്ല, നെയ്ത്തുകാർക്ക് പെൻഷനില്ല, വികലാംഗ പെൻഷനില്ല, വിധവാ പെൻഷനില്ല, ഒന്നുമില്ല. ഈ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മാറ്റണം, മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഉണ്ടാകുന്നത്. വ്യാപകമായിട്ട് പോസ്റ്ററുകൾ നശിപ്പിക്കുന്നു, വ്യാപകമായിട്ട് ബോർഡുകൾ നശിപ്പിക്കുന്നു. എങ്ങനെയുമെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം, ആളുകളുമായി വാക്കേറ്റത്തിലുണ്ടാകണം, അതിർത്തുനിന്ന് വലിയ സംഘർഷം ഉണ്ടാകണം. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരുതൽ ശേഖരം എന്നുള്ള നിലയ്ക്ക് ഈ ബോംബുകളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ നിഷേധിക്കും. പാർട്ടി പ്രവർത്തകർക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറയും.
ഇപ്പം തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ കൂടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കും, അങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എപ്പോഴെങ്കിലും യഥാർത്ഥമായിട്ടും ഞങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ട്, ഞങ്ങൾക്ക് ബോംബ് നിർമ്മാണവുമായി ബന്ധമുണ്ട്, ഇത് സമ്മതിച്ചിട്ടുണ്ടോ? എത്ര കൊലപാതക കേസുകളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആ കേസ് സമ്മതിച്ചിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസ് പോലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ബോംബ് സ്ഫോടനവുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രതികൾക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പ്രതികളെല്ലാം തന്നെ CPM-ന്റെ സജീവ പ്രവർത്തകരാണ്, CPM-ന് വേണ്ടി എന്ത് വിടുപണിയും എടുക്കുന്ന ആളുകളാണ്. ഈ സംഭവം നടന്നിരിക്കുന്ന കൈവേലിക്കൽ, പാനൂർ കൈവേലിക്കൽ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണ്. മറ്റൊരു പാർട്ടിക്കും അവിടെ കാര്യമായിട്ടുള്ള സ്വാധീനമില്ല. അപ്പോൾ പാർട്ടി ഗ്രാമത്തിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത്. ഈ ബോംബ് നിർമ്മാണം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്, ഭരണ പരാജയത്തെ മറച്ചുവെക്കാൻ വേണ്ടി CPM വലിയ കലാപത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. വടകരയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. CPM കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തണം. ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ള സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുന്ന ഒരു നീക്കങ്ങളും ഉണ്ടാകാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് CPM ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥിൻ്റെ അച്ഛന് കൊടുത്ത ഉറപ്പ്, പൂക്കാട് വെറ്ററിനറി സർവകലാശാലയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ അച്ഛന് കൊടുത്ത ഉറപ്പ് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന് ഇന്ന് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു CBI അന്വേഷണത്തിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. 3-4 ദിവസം പച്ചവെള്ളം കൊടുക്കാതെ, ഒരു ഭക്ഷണം കൊടുക്കാതെ, ഒരിറ്റ് വറ്റ് കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചു. ഞാൻ ആ കുട്ടികളെ വീട്ടിൽ പോയിരുന്നു. വെറ്ററിനറി സർവകലാശാലയിൽ ഞാൻ പോയതാണ്, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമല്ലേ നടന്നത്? SFIയുടെ വിചാരണയെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോടാണ് പിണറായി വിജയൻ പറഞ്ഞത് എല്ലാവിധ സഹായവും ചെയ്യും. പാഴ്വാക്കായിരുന്നു. വാളയാറിലെ കേസ് അട്ടിമറിച്ചതുപോലെ, വണ്ടിപ്പെരിയാറിലെ കേസ് അട്ടിമറിച്ചതുപോലെ ഇത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കേസിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. അവിടുത്തെ വയനാടിൻ്റെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഗഗാറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെതുമായി ബന്ധപ്പെട്ട കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ഞങ്ങൾ മുന്നേ തന്നെ ആരോപിച്ചതാണ്. ഇപ്പോൾ അതൊക്കെ സത്യമാണ് എന്ന് വരികയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമീപനവും സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ സംഭവം കേരളത്തിൻ്റെ മനസ്സിൽ നിന്നും മായില്ല, മയക്കാൻ സാധിക്കില്ല. മനസാക്ഷിയുള്ളവർക്ക് സിദ്ധാർത്ഥിനെ മറക്കാൻ കഴിയില്ല. ആ സിദ്ധാർത്ഥിനോടാണ് സംസ്ഥാന സർക്കാർ നീതികേട് കാണിച്ചിരിക്കുന്നത്. CBI അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഉള്ളിലാകാൻ പോകുന്നത് CPM-ന് വേണ്ടപ്പെട്ടവരാണ്. അവിടുത്തെ ഡീനാണ്, അവിടുത്തെ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപകരാണ്, SFIയുടെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്ന പിണറായി വിജയൻ കേരള സമൂഹത്തോട് മാപ്പ് പറയണം. കോടതി വരെ ഇന്ന് ചോദിച്ചില്ലേ എന്താണ് ഈ കേസിൻ്റെ കാര്യത്തിലുള്ള മെല്ലെപ്പൊക്കെന്ന്, CBI അന്വേഷണത്തിന് എന്തിനാണ് എതിർക്കുന്നതെന്ന്? അത്രയും മെറിറ്റുള്ളൊരു കേസ്, CBI ഏൽപ്പിക്കാൻ യാതൊരു തടസ്സവുമില്ലാത്തൊരു കേസ്, കേരളം മുഴുവൻ CBI ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നൊരു കേസ്, ആ കേസ് ഏൽപ്പിക്കാൻ എന്താണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അമാന്തം കാണിച്ചത് എന്നറിയാൻ കേരള മനസാക്ഷിക്ക് താല്പര്യമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ പാനൂർ സ്ഫോടന കേസുമായി LDF സ്ഥാനാർത്ഥിക്കുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അതുപോലെ തന്നെ CPM കേന്ദ്രങ്ങളിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള കലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. ബാക്കി കാര്യങ്ങൾ കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഹരിദാസ് കൂടി കാര്യങ്ങൾ സംസാരിക്കും. നോക്കൂ, ഇത് സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പിലാവുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസും ഈ കേസുകളൊക്കെ അന്വേഷിച്ചാൽ എവിടം വരെ എത്തും? ഇപ്പം സിദ്ധാർത്ഥിൻ്റെ കേസ് തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് പിണറായി വിജയനാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. ആ അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവിക മരണം എന്നൊന്നില്ല. കണ്ടോ നിങ്ങൾ? ആ ശരീരം ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാരന് ഈ ബോഡി കണ്ടിട്ട് അസ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് തോന്നിയിട്ടില്ല. എന്തൊരു ഗതികേടാണ്! ഇവന്മാരെയൊക്കെ ആരാ പോലീസിലെടുത്തത്? ശരീരം മുഴുവൻ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുള്ള,
കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയ നിലയിലുള്ള പാടുകളുള്ള ഒരു ശരീരം. ആ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും മർദ്ദനമേൽക്കാത്തതായിട്ടില്ല. അത്ര ഇഞ്ചിഞ്ചായിട്ട് നോവിച്ചിട്ടുണ്ട്. ആ ശരീരം കണ്ടിട്ട് അസ്വാഭാവിക മരണമായിട്ട് തോന്നാത്ത പോലീസുകാരാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസുകാർ. അത്തരത്തിലുള്ള ആളുകൾ പിണറായി വിജയൻ പറയുന്നതും AKG സെന്റർ എഴുതി കൊടുക്കുന്നതും മാത്രം റാൺമൂളികളായിട്ട് കേൾക്കുന്ന പോലീസുകാർ, അത്തരം പോലീസുകാർ അന്വേഷിച്ചാൽ ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സമീപിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രകാശ് ജാവേദ്കർജിയും അതുപോലെ സ്മൃതി ഇറാനിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതീവ ഗൗരവത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി NDA ഇതിനെ നോക്കിക്കാണുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തന്നെയുള്ള നീക്കമാണ്. പരാജയ ഭീതിയിൽ നിന്ന് CPM ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. CPMന് വികസനം പറയാനില്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത്.